നമസ്കാരം, ഞാൻ ഡോക്ടർ ജയഗണേഷ്, നിങ്ങളുടെ കുടുംബ ഡോക്ടർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഓരോ വർഷവും ആയിരങ്ങളെ വിഴുങ്ങുന്ന, ആരാലും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു രോഗമായി മാറിയിരിക്കുകയാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. എലിപ്പനി പരത്തുന്നത് ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസ് എന്ന ബാക്ടീരിയയാണ്. ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ഈ ഒരു വകഭേദമാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 1 മുതൽ 2 ആഴ്ച വരെയാണ്. എന്നാൽ 30 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. അതായത് രോഗാണു മനുഷ്യ ശരീരത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം രോഗലക്ഷണം തുടങ്ങുന്ന ആ ദിവസം വരെയുള്ള ദൈർഘ്യത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടായി ഈ രോഗാണു ശരീരത്തിനകത്ത് ചെന്നാൽ 30 ദിവസം വരേക്കും അത് ശരീരത്തിനകത്ത് അറിയാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അർത്ഥം. എവിടെ നിന്നാണ് ഇത് പകരുന്നത്? എലി, പെരിച്ചാഴി, മുയൽ എന്നീ വർഗത്തിൽപ്പെട്ട റോഡൻസുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് കൂടുതലും പ്രവേശിക്കുന്നത്, സ്പ്രെഡ് ആവുന്നത്. നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളിൽ നിന്നും നമുക്ക് ഈ രോഗം ലഭിച്ചേക്കാവുന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം, മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവയിലെല്ലാം എലി, പെരിച്ചാഴി എന്നിവ മൂത്രമൊഴിക്കുന്നു. അവരുടെ വിസർജ്യത്തിൽ നിന്നും ഈ രോഗാണുക്കൾ, ബാക്ടീരിയകൾ മാലിന്യ കൂമ്പാരങ്ങളിൽ, ചെളിവെള്ളങ്ങളിലും സ്പ്രെഡാകുന്നു. അവയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെന്ന് കോണ്ടാക്റ്റ് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ചെറിയ മുറിവുകൾ, നേർത്ത തൊലികൾ എന്നിവയിലൂടെ ഇവ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ കാലിനെ നഖത്തിൻ്റെ ഇടയിലെല്ലാം ഉണ്ടാകുന്ന വളംകടി അല്ലെങ്കിൽ കുഴിനകം എന്നിവയിലൂടെ ഇവ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചേക്കാം. അല്ലെങ്കിൽ ഈ ചെളിയിലെല്ലാം അറിയാതെ കൈ തൊടുക, അതിനുശേഷം കണ്ണ് തിരുമുക, വായിൽ കൈ വിരലുകൾ ഇടുക എന്നിവയെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെയും ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചേക്കാവുന്നതാണ്. ഇവ ശരീരത്തിനകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? കിഡ്നി, ലിവർ, ശ്വാസകോശം അഥവാ ലങ്സ്, ഹൃദയം, ബ്രെയിൻ, കണ്ണുകൾ, പാങ്ക്രിയാസ് എന്നിവയിലെല്ലാം ഈ രോഗാണു ചെന്നതിന് ശേഷം കൂടിയമായ കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. പലയിടത്തും രക്തസ്രാവം, ഹെമറേജ് അഥവാ പെറ്റിക്കെ എന്നിവയുണ്ടാക്കുന്നു. ലിവറിനെ ബാധിച്ച് ലിവറിൻ്റെ കോശങ്ങളെ ഇവ നശിപ്പിക്കാം. പിത്തസഞ്ചിയിലെത്തി ജോണ്ടിസ് ഉണ്ടായേക്കാം. അതിനുശേഷം കിഡ്നിയിൽ ചെല്ലാം. കിഡ്നിയിൽ ചെന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ച് മൂത്രം പോവാത്തൊരവസ്ഥ വരെ ഉണ്ടായേക്കാം. അതായത് റീനൽ ഫെയിലിയർ. തുടക്കത്തിലെ റീനൽ ഫെയിലിയർ എന്നുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും മൂത്രത്തിലൂടെ രക്തം കാണുക, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക എന്നിവയെല്ലാമാണ് കിഡ്നിയെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ. ഹൃദയത്തെ ബാധിച്ച് ഹാർട്ട് അറ്റാക്കുകൾ അല്ലെങ്കിൽ മയോകാർഡൈറ്റിസ് എന്നീ രോഗാവസ്ഥ വരെ ഉണ്ടായേക്കാം. ശ്വാസകോശത്തെ ബാധിച്ചുകൊണ്ട് അതിൽ നീർക്കെട്ട്, രക്തസ്രാവം എന്നിങ്ങനെ ഉണ്ടായി ശ്വാസം മുട്ടലിൽ തുടങ്ങി ARDS എന്ന കടുത്ത കോംപ്ലിക്കേഷനിൽ ചെന്ന് എത്തിയേക്കാം. തലച്ചോറിനെ ബാധിച്ച് മെനിഞ്ചൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാവാം. കണ്ണുകളിൽ രക്തസ്രാവം ഉണ്ടായി തുടക്കത്തിൽ ചെങ്കണ്ണായും പിന്നീട് ചുവന്ന കണ്ണുകളായി മാറി കാഴ്ച വരെ നഷ്ടപ്പെട്ടേക്കാം. എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ? വിറയലോട് കൂടിയ പനി, കടുത്ത തലവേദന, സന്ധിവേദന അതായത് മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ, വയറ്റുവേദന, ഛർദി, വയറ്റിളക്കം, വയറ് സ്തംഭിച്ച് അല്ലെങ്കിൽ വയറ് വീർത്തു വരുന്നൊരവസ്ഥ, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ് എന്നിവയെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. പലരിലും ഈ ഒരു അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അവ റിക്കവറായി സുഖപ്പെടാറുണ്ട്. എന്നാൽ ചിലരിൽ കടുത്തതായി വരികയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ അവയവങ്ങളെല്ലാം ബാധിച്ച് BP കുറഞ്ഞുകൊണ്ട് ശരീരത്തിലെ സോഡിയവും പൊട്ടാഷ്യവും എല്ലാം നശിച്ചുകൊണ്ട് നീരുകൾ കെട്ടി എല്ലാ അവയവങ്ങളെയും ബാധിച്ചുകൊണ്ട് ഒടുവിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്നതാണ്. എന്താണ് ഇതിൻ്റെ ചികിത്സ? ഡോക്സിസൈക്ലിനും സെഫ്ട്രയോക്സാൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനുമെല്ലാമാണ് നമ്മൾ ഇന്ത്യയിൽ സാധാരണമായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ഷതമേറ്റ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ചികിത്സയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ശ്വാസകോശത്തെ ബാധിച്ച് ശ്വാസമുട്ടൽ വന്നാൽ ഓക്സിജൻ തെറാപ്പിയും, കടുത്തതായി വന്നാൽ വെന്റിലേറ്ററിൽ വരെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്.
കിഡ്നി തകരാറിലായിക്കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാം. അങ്ങനെ ഒരു സമഗ്രമായ ചികിത്സയിലൂടെ മാത്രമേ കടുത്ത എലിപ്പനി നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് പ്രിവെന്റീവ്, അതായത് പ്രതിരോധം? ചെളിയിടങ്ങളിലും വേസ്റ്റ് കൂമ്പാരങ്ങളും കാടുകളും വൃത്തിയാക്കുന്നതിന് മുമ്പ് കയ്യുറകളും കാലുറകളും ധരിക്കുക. റബ്ബർ ഷൂസുകൾ ഉപയോഗിക്കുന്നത് ഉത്തമം. കയ്യുറകൾ ലഭിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളെങ്കിലും കയ്യുറയായി ഉപയോഗിക്കുക. വെള്ളക്കെട്ട്, ചെളികൾ, ചതുപ്പ് നിലങ്ങൾ, മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവയെല്ലാം തൊട്ടതിന് ശേഷമോ അത് വൃത്തിയാക്കിയതിന് ശേഷമോ കൈകളും കാലുകളും സോപ്പ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. പലപ്പോഴും ഇവ ഭക്ഷണത്തിലൂടെയും മലിനമായ കുടിവെള്ളത്തിലൂടെയും സ്പ്രെഡ് ആവാം. അതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വൃത്തിയാക്കിയ പ്ലേറ്റുകളിലും ശുചിയായ ഭക്ഷണം മാത്രം കഴിക്കുക. പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ 200 mg എടുക്കാവുന്നതാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കും അസിത്രോമൈസിൻ എന്ന ഗുളികയാണ് ഉത്തമം. കുട്ടികളിൽ 1 കിലോയ്ക്ക് 10 മില്ലിഗ്രാം എന്ന അളവിലാണ് അസിത്രോമൈസിൻ ഗുളിക എടുക്കേണ്ടത്. ഡോക്സിസൈക്ലിൻ ആണെങ്കിലും അസിത്രോമൈസിൻ ആണെങ്കിലും ഒരൊറ്റ ഗുളിക മതിയാവും. എന്നാൽ ഈ എക്സ്പോഷർ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1 വീതം എന്നുവരെ നിങ്ങൾ ഇത് പ്രവൃത്തി തുടരുന്നുവോ, ഈ കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, അന്നുവരേക്കും കഴിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. 2 ദിവസത്തിൽ കൂടുതൽ പനിയോ തലവേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഉടനടി അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഡെങ്കിപ്പനി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നിവയിലെല്ലാം തന്നെ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ആയതിനാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതും മറ്റു രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. നന്ദി.